ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഷോർട്ട് വീഡിയോ അല്ല ഗുഡ് മോർണിംഗ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ലോങ് വീഡിയോ പോലെ ഗുഡ് മോർണിംഗ് വീഡിയോ ഇടുന്നത് രാവിലത്തെ വിശേഷങ്ങളിൽ. അതിനിപ്പോൾ രാവിലെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ ഇന്നിപ്പോൾ ഓൺ വോയിസിൽ എടുക്കുന്നത്. കാരണം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ് പറയണേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് ഇന്ന് $100 കംപ്ലീറ്റ് ആയ ദിവസം കൂടിയാണിന്ന്. അന്നേരം അത് നിങ്ങളോട് കൂടെ പറയേണ്ട കാര്യമുണ്ടല്ലോ. കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇന്ന് $100 ആയത്. കാരണം സെപ്റ്റംബറിലാണ് എനിക്ക് ഫുൾ മോണി ആവണത്. ഫുൾ മോണി സെപ്റ്റംബറിലായി. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആഗസ്റ്റ് തൊട്ടുള്ള ഇങ്ങോട്ട് കൂട്ടിയെന്നാണ് യൂട്യൂബ് മെസ്സേജ് വന്നത്. അങ്ങനെ ഡിസംബറിൽ പുതിയ വർഷം തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് തന്നെ രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ $100 കംപ്ലീറ്റ് ആയി എന്ന് കാണുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് ഞാൻ മാത്രമല്ല കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. $70 വരെ എനിക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എനിക്ക് വന്ന 2 സൂപ്പർ ചാറ്റും സൂപ്പർ ബമ്പറും സൂപ്പർ സ്റ്റിക്കേഴ്സുമാണ് എനിക്ക് ഇവിടം വരെ എന്നെ പെട്ടെന്ന് $100 എത്തിക്കാൻ എന്നെ സഹായിച്ച അവർക്ക് 2 പേർക്കും ഒരുപാട് നന്ദി. അതിലൊന്ന് ഐഡിയ ആണ്, അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നുള്ളത് ഒരു ചാനലാണ് കേട്ടോ. അന്നേരം പുള്ളിക്കാരൻ്റെ പേര് എനിക്കിതിൽ പറയാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് പേരെന്തായാലും മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ലൈവിൽ വന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ന ആളാണ് എന്നുള്ളത്. എൻ്റെ ലൈവിൽ വന്നവർക്ക് അറിയാം, ഇന്നലത്തെ ലൈവിൽ അറിയാം. അവരങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ പേര് പറയാത്തത്. എന്നാലും ഒരുപാട് തുകയൊക്കെ നമുക്ക് സൂപ്പർ ചാറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്ങുള്ള കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ $1 നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർ 7-8 പേരോളം എനിക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതെടുത്തതിന് ഒരുപാട് നന്ദി. കാരണം ഞാൻ ആർക്കും സ്പെഷ്യലായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നോടുള്ള സ്നേഹത്തോടും എന്നോടുള്ള വീഡിയോൻ്റെ ഇഷ്ടത്തോടും കൂടി വന്നവരാണ് എനിക്ക് മെമ്പേഴ്സായിട്ട് വന്ന 7 പേരുണ്ട്. പിന്നെ സൂപ്പർ ചാറ്റായിട്ട് തന്നവർ ഒത്തിരി, ഒരു 7-8 പേര് എനിക്ക് സൂപ്പർ ചാറ്റ് ഇതിൽ മുന്നേ എടുത്തവരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോൻ്റെ പുറമെ എനിക്ക് കിട്ടിയ സന്തോഷങ്ങളാണ് കേട്ടോ ഇത്. എന്നെ സഹായിച്ചവരാണിത്. അന്നേരം പക്ഷേ വലിയ രീതിയിൽ എന്നെ സഹായിച്ചത് ഒന്ന് ഈ ചാനലും ഒന്ന് ആ ഐ ഡി ആയിരുന്നു. ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞേ. അന്നേരം ഈ ചാനലിന് ഞാൻ ഐ ഡിനോട് ഞാൻ നന്ദി പറഞ്ഞായിരുന്നു. പക്ഷേ ചാനലിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരും ജീവിക്കുന്നതെന്നായിരിക്കാം. പക്ഷേ നമുക്കറിയാം അതെനിക്കിത് സൗദിയിൽ നിന്നാണ് ഇത് വന്നത്. ഇന്നലത്തെ വന്നത് സൗദിയിൽ നിന്നാണ്. സൗദിയിൽ നിന്ന് നമുക്ക് അവർ 100 രൂപ എന്ന് കാണിച്ചായിരുന്നു എനിക്ക്. അന്നേരം സൗദിയിലത്തെ പൈസ എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ $100 എന്നൊന്നും എനിക്കറിയത്തില്ല. അന്നേരം അതെനിക്ക് വന്നപ്പോൾ എനിക്ക് 53 രൂപയും ചില്ലറ എന്തെങ്കിലും കൂടി കാണിച്ചു. അതായിരുന്നു എനിക്ക് ഡോളർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേരം അത് വലിയ പൈസയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അന്നേരം അങ്ങനെ ഒരുപാട് പൈസയൊക്കെ വലുത് സഹായിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം അത് ഭയങ്കര ഒരു ഫീലിംഗ് ആവുന്ന ഒരു കാര്യമാണ്. നമുക്ക് 10-100 ചെയ്യുമ്പോലെ അല്ലല്ലോ ഇത്രയും വലിയ എമൗണ്ടൊക്കെ നമുക്ക് ചെയ്യുന്നത്. അന്നേരം അവരൊരുപാട് കഷ്ടപ്പെടുന്നത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഒരു 10 രൂപ ഉണ്ടാക്കിയെടുക്കണത്. അന്നേരം അത് സഹായിക്കാൻ മനസ്സുള്ളവരാണ് അങ്ങനെ ചെയ്യുള്ളൂ. സഹായിക്കാൻ മനസ്സില്ലാത്തവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല. എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ അത് മാനസികമായിട്ട് എനിക്കൊരു പ്രത്യേക വിഷമം വരുന്നൊരു കാര്യമാണ്. നമ്മൾ ആഗ്രഹം ഉണ്ടാവും, നമുക്ക് മോണി ആവണം, പൈസ കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. എന്നാലും മറ്റുള്ളവൻ്റെ പൈസ കണ്ടിട്ടല്ലല്ലോ നമ്മൾ ഈ ചാനൽ നടത്തണേ. മറ്റുള്ളവരെ പൈസ വേണമെന്ന് ആഗ്രഹിച്ചല്ല ഞാൻ ഈ ചാനൽ നടത്തിയത്. പക്ഷെ ചെയ്ത് തന്നതിന് നന്ദിയുണ്ട്. അത് നല്ല മനസ്സുകൊണ്ട് എനിക്ക് ചെയ്ത് തന്നതിന് ഞാൻ കുറ്റം പറയുക ഒന്നും അല്ല കേട്ടോ. നമ്മളെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, അതിലപ്പുറത്തേക്ക് ഒരു വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. കാരണം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണതിനേക്കാൾ ഉപരി ഇങ്ങനെ ക്യാഷ് തന്നിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ഫീലിങ്ങുള്ള കാര്യമാണ്. നമ്മൾ 10-100 തരുമ്പോഴല്ലോ വലിയ പൈസ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓരോരുത്തരും പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് നന്നായിട്ട് അറിയാം. $1 ബുദ്ധിമുട്ടുള്ള അവസ്ഥകളുണ്ടാവും. പക്ഷെ എന്നെ നിങ്ങൾ സഹായിച്ചു, അതൊക്കെ നന്ദിയുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം. അന്നേരം നിങ്ങൾ തന്നിട്ട് ഞാൻ പറയണതല്ല കേട്ടോ. എനിക്ക് ഒരു വിഷമം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഒരുപാട് പൈസ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് നല്ലൊരു മനസ്സായതുകൊണ്ടാണ് അവർ തന്നത്. എന്നോട് ഇഷ്ടം കൊണ്ടാണ് തന്നത്. അതൊക്കെ എനിക്കറിയാം. എന്നാലും എന്തോ ഒരു പറയില്ലേ നമ്മൾ എന്തോ എനിക്ക് അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. എന്താ അതിനെ പറയട്ടേന്നൊന്നും എനിക്കറിയത്തില്ല.
കിട്ടുമ്പോൾ ചിലരുണ്ടാവും എത്ര കിട്ടിയാലും പോരട്ടെ പോരട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈവിൽ വരുന്നവർക്കറിയാം, ഒരാളോട് പോലും എനിക്ക് സൂപ്പർ ചാറ്റ് ഉണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട്, നിങ്ങൾ എടുക്കൂ എന്ന് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയാം, അതൊക്കെ ഓരോരുത്തരെ പേഴ്സണലി ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് പേഴ്സണലി ഓരോരുത്തരോട് തോന്നിയിട്ട് ചെയ്യേണ്ട ഇഷ്ടമാണ്. പിന്നെ അത് അവർക്ക് ചിലരുണ്ടാവും ക്യാഷ് കൊടുത്ത്. ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഉണ്ടെങ്കിൽ കൊടുക്കണതിൽ ഒരു മടിയില്ല. നമ്മളെപ്പോലെ പാവങ്ങളെ സഹായിക്കണതിൽ എനിക്കൊരു മടിയില്ലാത്ത ആളാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു വിഷമം, അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഒരു വിഷമം അത്രമാത്രമേ ഉള്ളൂ. എന്നാലും ഒരുപാട് നന്ദി. ആദ്യത്തെ എൻ്റെ ഈ ഡോളർ വാങ്ങിക്കാൻ എനിക്ക് സഹായിച്ച നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി 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 നന്ദി. ഇപ്പോൾ ഡോളർ ആയിട്ടേ ഉള്ളൂ. എന്നത്തേക്ക് പൈസ കിട്ടും, എന്നത്തേക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. യൂട്യൂബിൻ്റെ കാര്യമാണ്, എപ്പോഴത്തേക്കാവുന്നൊന്നും അറിയില്ല. അന്നേരം ഇനി ഇടയിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടോയെന്നും എനിക്കറിയില്ല. ഞാൻ ഓരോന്നും നിങ്ങളോട് പറയുന്നതായിരിക്കും. എൻ്റെ ഒരു കാര്യങ്ങളും അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാതെ ഇരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതും നിങ്ങളോട് തന്നെ ഞാൻ തുറന്ന് പറയുന്നത്. എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയേണ്ട അവസ്ഥയൊക്കെ അറിയാം, എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ അറിയാം. അന്നേരം അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അന്നേരം ഇന്നത്തെ ദിവസം എനിക്ക് ഇരട്ടി മധുരമാക്കി തന്ന എൻ്റെ ചാനലിനോടും ഐഡിനോടും എൻ്റെ മെമ്പർമാരോടും എൻ്റെ സൂപ്പർ ചാറ്റ് ചെയ്തവരോടും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി 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 നന്ദി. എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹത്തിലും പ്രാർത്ഥനയിലും എന്നും നിങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കുന്നല്ല, എന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും. കാരണം നിങ്ങളാണ് ഞങ്ങളെ ശക്തി. കാരണം ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൽ $1 ആയി കിട്ടണേ എന്തോരം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഓരോ വീഡിയോസ് ഇടുന്ന ആൾക്കാർക്ക് അറിയാം. ഇതിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ വലിച്ചു നീട്ടി ചളിപ്പിക്കുന്നില്ല കേട്ടോ. ഒരു നന്ദി പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഓൺ വോയിസ് വന്നത്. രാവിലെ എന്നൊരു ഗുഡ് മോർണിംഗ് വീഡിയോ ചെറുതല്ല ഇടല്ലേ. അന്നേരം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചെറിയ വീഡിയോയിൽ ഒതുങ്ങില്ല. അന്നേരം ഒത്തിരി 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 നന്ദി വീണ്ടും പറയാണ്. മുന്നോട്ടും ഇനി ഇതേപോലെ $100 ആവണം കേട്ടോ. ഓരോ തവണയും $100 ആയെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനമായിട്ട്, സ്ഥിര വരുമാനമായിട്ട് കിട്ടത്തുള്ളൂ. അതായത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും പൈസ വരട്ടെ, $1 എത്ര വരും, ഇത്ര $1 എത്ര കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും യൂട്യൂബ് എന്നാണ് എനിക്ക് പൈസ തരുന്നത് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. എന്നാലും എന്നെ ഇത്രയും പെട്ടെന്ന് ഈ പുതിയൊരു ന്യൂ ഇയർ വർഷം വരുന്നതിലും മുന്നേ 2025 മുന്നേ തന്നെ എനിക്കിത് സാധിച്ചു തന്നതിന് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞാൽ ഒത്തിരി നന്ദി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, 2025 ആകുമ്പോഴത്തേക്കും ദൈവമേ എനിക്കിത് സാധിക്കുമോ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് സാധിപ്പിച്ച് തന്നു. ഒത്തിരി 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 നന്ദി വീണ്ടും 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 പറയണം. നന്ദി പറഞ്ഞാലൊന്നും തീരത്തില്ല. എന്നാലും നന്ദി പറയാണ് കേട്ടോ. വലിയ മനസ്സുള്ളവരാണ് കേട്ടോ ഇവർ രണ്ടുപേരും. ഭയങ്കര വലിയ മനസ്സുള്ള ആൾക്കാരാണ്. കാരണം എന്നെ എങ്ങനെ സഹായിച്ചൂല, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു തോന്നുന്നത്. എന്താ വെച്ചാൽ അത്രയും എനിക്കറിയത്തില്ല എങ്ങനെയാണ്, എന്നെ കണ്ടിട്ടില്ല, എന്നെ പരിചയമില്ല, എന്നെ വീഡിയോയിൽ മാത്രമേ ഇവർക്ക് പരിചയമുള്ളൂ. ഇങ്ങനെ സഹായിക്കുന്ന ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ ഒരുപാട് ചാനലുകാരെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടും സാധനങ്ങൾ അയച്ചു കൊടുത്തിട്ടും ഒക്കെ സഹായിക്കുന്നവരുണ്ട്. നമ്മൾ കണ്ടിട്ടുമുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ. എന്നാലും നമ്മളെ അനുഭവത്തിലേക്ക് അങ്ങനെ ഒരാൾ സഹായിക്കുമ്പം അത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സഹായമാകുമ്പോൾ അതിനോട് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയും കൂടി ചോദിക്കുന്നു ഈ അവസരത്തിൽ. അന്നേരം വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോയി ബോറടിപ്പിക്കല്ല, നിർത്തുവാണ്. അന്നേരം ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ. അന്നേരം അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ലൈവോ കാര്യങ്ങളോ ഇല്ല. അന്നേരം ഉച്ചയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോകണം. കുഞ്ഞാപ്പൂന് പനി കുറവുണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, കുഞ്ഞാപ്പൂന് പനി കുറവുണ്ട്, പിന്നെ അമ്പലത്തിൽ പോകണം. ഉച്ചയ്ക്കാണ് പോകുള്ളൂ. ഇപ്പോൾ ആനിവേഴ്സറി ആയിട്ട് രാവിലെ അമ്പലത്തിൽ പോയില്ലെന്നൊന്നും വിചാരിക്കേണ്ട. ഉച്ചയ്ക്ക് എന്തായാലും പോകണം, ഭക്ഷണം കഴിക്കാൻ പോകും ഞങ്ങൾ എന്തായാലും. അന്നേരം പിന്നെ തൊഴുതിട്ടൂടെ വരാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ പോയിട്ട് ഉച്ചയ്ക്കൂടെ പോകുമ്പോഴത്തേക്കും രണ്ടും കുറേ സമയമാവില്ല. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഫുൾ വീഡിയോ ഞാൻ എടുക്കുന്നതാണ്. അന്നേരം വീഡിയോസിലൂടെ ഞങ്ങൾ അമ്പലത്തിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. അന്നേരം എല്ലാവർക്കും ശുഭദിനം. എന്നെ സന്തോഷിപ്പിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ കേട്ടോ. ഓക്കെ, ബായ്.